നമുക്കൊന്നൊരു കോളിഫ്ലവർ കറി നോക്കാം. നമുക്കിനി കോളിഫ്ലവർ അരിഞ്ഞതിന് ശേഷം ഒരു പാനിൽ ഞാൻ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ 2 മിനിറ്റ് കോളിഫ്ലവർ ഇട്ടൊന്ന് വേവിച്ച് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ 15 കാഷ്നട്ട്, 2 മീഡിയം സവാള അരിഞ്ഞൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു തക്കാളി പഴം കൂടി ഇട്ട് നരച്ച് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ചെറിയ രീതിയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കോരിയെടുക്കണം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പെരുംജീരകവും ചെറിയ പട്ട ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളക് 2 പച്ചമുളക് കറിയതും 2 സവാള എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പകുതി തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കണം. എണ്ണ തെളിയുന്നിടം വരെ ഇളക്കണം. നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം നമ്മുടെ ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല കുറിയ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കരുത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്ന ഒരു കറിയാണ്.